In this video, we are going to discuss about IDs and classes. So for that, create a new file. Classes and IDs. Okay. In internal CSS le data scope ചെയ്യുന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ബൈ ദ വേ ഇനിയുള്ള റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ നമ്മൾ ഇൻറ്റേർണൽ CSS ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഫോർ എ സിംപ്ലിസിറ്റി റീസൺ. ഓക്കെ, ആൻഡ് ടൈറ്റിൽ ടു ക്ലാസസ് ആൻഡ് IDs. Now create a third paragraph. Okay, earlier we styled all paragraph using P letter. So now we want to try something new. നമുക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫിന് അതായത് സ്പെസിഫൈ ചെയ്ത് നമുക്ക് സ്റ്റൈലിംഗ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു കേസ് നോക്കാം. സോ ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ID കൺസെപ്റ്റ്. സോ ഇൻസൈഡ് ദി ഓപ്പൺ ടാഗ് ഓഫ് ദ P നമ്മളൊരു ID പ്രൊവൈഡ് ചെയ്യുവാണ്. സോ ഞാനിവിടെ ഒരു ID കൊടുക്കുകയാണ്. ഇറ്റ്സ് എ നെയിം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാനിതിൽ P1 കൊടുക്കുന്നു. സോ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ആട്രിബ്യൂട്ട് ID ആണ്. നൗ ഈ P റിമൂവ് ചെയ്യാം. ആൻഡ് IDസിൻ്റെ കേസിൽ യു ഹാവ് ടു ഗിവ് എ നമ്പർ സൈൻ ഫോളോഡ് ബൈ ID നെയിം. സോ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വെബ് പേജിൽ അതിൻ്റെ ഡെക്കറേഷൻ വന്നിട്ടുണ്ട്, സ്റ്റൈൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എന്ത് കൊടുത്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യു ക്യാൻ സി ഓൺലി ഫസ്റ്റ് പാരഗ്രാഫ് ഈസ് സ്റ്റൈൽഡ്. നേരത്തെ കേസിൽ നമ്മൾ P കൊടുത്തപ്പോൾ Pയിൽ കംപ്ലീറ്റ്, അതായത് പാരഗ്രാഫിൻ്റെ P എന്നുള്ള ടാഗിലുള്ള കംപ്ലീറ്റ് പാരഗ്രാഫും സ്റ്റൈലായി വന്നിരുന്നു. ബട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് യുണീക്കാണ്. നമ്മൾ പാരഗ്രാഫ് 1, അതായത് ആദ്യത്തെ പാരഗ്രാഫിനാണ് ഈ ഒരു സ്റ്റൈലിംഗ് ID പ്രൊവൈഡ് ചെയ്ത് സ്റ്റൈലിംഗ് കൊടുത്തത്. സോ ആ ഒരു പാരഗ്രാഫിന് മാത്രമേ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിംഗ് ഫീച്ചർ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും സ്റ്റൈൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യണം. ബൈ ദ വേ യു ക്യാൻ യൂസ് ID ഫോർ ബോത്ത് ദിസ് പാരഗ്രാഫ്. മീൻസ് ഈ Pക്ക് നിങ്ങൾക്കൊരു ID പ്രൊവൈഡ് ചെയ്ത് ഫസ്റ്റത്തെ പാരഗ്രാഫിൻ്റെ സെയിം കേസ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ട് ചെയ്യാം. ബട്ട് യു കാൺ ഹാവ് 2 എലമെൻറ്റ്സ് വിത്ത് 1 ID. സെയിം ID നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ പാരഗ്രാഫിനും ID സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ P2 കൊടുത്ത് ഇതുപോലെ കളർ കൊടുത്ത് ചെയ്യാം, ഇവിടെ P3 കൊടുത്തിട്ട് ചെയ്യാം, സെയിം നെയിം കൊടുക്കാൻ പാടില്ല. ബട്ട് ദർ ഇസ് അനദർ വേ, ദാറ്റ് ഈസ് ക്ലാസ് കൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞു 2 പാരഗ്രാഫിനും സെയിം ID കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ 2 പാരഗ്രാഫും ഈവൻ ദോ ഗ്രീൻ കളർ കൊടുക്കണം, ബട്ട് നിങ്ങൾക്ക് സെയിം ID കൊടുക്കാൻ പാടില്ല. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ക്ലാസസ് യൂസ് ചെയ്യാം. സോ ക്ലാസ് ഏതെങ്കിലും നെയിം കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കൊടുക്കുന്നു. സോ സെയിം ഹിയർ ക്ലാസ് ഗ്രീൻ. സോ ഇവിടെ IDക്ക് നമ്മളൊരു നമ്പർ സൈൻ ഫോളോഡ് ബൈ ID നെയിമാണ്. ഹിയർ എ ഡോട്ട് ഫോളോഡ് ബൈ ക്ലാസ് നെയിം. സോ ഡോട്ട് ക്ലാസ് നെയിം, ദറ്റ് ഇസ് ഗ്രീൻ. നൗ നിങ്ങൾക്ക് കളർ കൊടുക്കാം ഗ്രീൻ. സോ യു ക്യാൻ സി നിങ്ങളുടെ സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും നമ്മൾ ഇവിടെ കൊടുത്ത സ്റ്റൈലിങ്ങിനനുസരിച്ച് വന്നിട്ടുണ്ട്. സോ ഇതിൽ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ IDs ആർ യൂസ്ഡ് ടു സ്റ്റൈൽ വൺ സിംഗിൾ എലമെൻറ്റ്. Okay, but class can be used to style many element belongs to the same class. ഒരേ ക്ലാസ് ടീമിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഒരുപാട് എലമെൻറ്റ്സിനെ നമുക്ക് ഒരുമിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ക്ലാസ്. ബട്ട് IDs എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും, നമുക്ക് ഒരു സിംഗിൾ എലമെൻറ്റിനെ മാത്രമേ ഡെക്കറേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് IDസും ക്ലാസ്സും യൂസ് ചെയ്യാം.